അപ്പോൾ സംസ്ഥാനത്ത് മഴ ഇങ്ങനെ കനക്കുകയാണ്. കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരള തീരം തൊടും. അതിനു മുമ്പ് തന്നെ മഴക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷമായിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ നഗരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഇന്നലെ രാത്രിയിലെ ഒറ്റ മഴയിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളയമ്പലം, ആൽത്തറ ജംഗ്ഷനിലും രാജ്ഭവന് സമീപവും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപവും ഒക്കെ മരം കടപുഴകി വീണിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന, എസ് സാരംഗ്, എസ് വിനീഷ് എന്നിവരാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഞാൻ ആയിഷത്തുൽ ഷംനയിലേക്ക് പോവുകയാണ്. ഷംന, ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കാലവർഷം എത്താൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും ഏറ്റവും വലിയ മഴക്കെടുതികൾക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും ആര്യ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ രാത്രി മാത്രം പെയ്ത മഴയിലാണ് സംസ്ഥാനമൊട്ടാകെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തലസ്ഥാനത്തുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തമിഴ്നാട്, ഡൽഹി പ്രദേശങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ പോലും കേരളത്തിൽ അത്തരമൊരു ആശങ്കയ്ക്ക് വകയില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്ഥിതി മാറുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഓറഞ്ച്, റെഡ് അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അത് അങ്ങനെയാവും. റെഡ് അലേർട്ടുകൾ, ഓറഞ്ച് അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് ഉള്ളത്. അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ് ഇന്ന് റെഡ് അലേർട്ട്. പക്ഷെ നാളെയോടുകൂടി അത് മലപ്പുറം മുതലുള്ള ജില്ലകൾക്ക്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. അതിനുശേഷം പിന്നീട് അത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് ആവുന്നു. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇത് കാലവർഷ മഴയല്ല എന്നതുകൂടി ഓർക്കണം. കാരണം കാലവർഷം ഇനിയും കേരള തീരം തൊടാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണ്. ന്യൂനമർദ്ദം, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം ഇന്നലെ രാത്രിയോടുകൂടി അതിതീവ്ര ന്യൂനമർദ്ദമായി. ഇത് ഇനിയും ഇന്ന് വരും മണിക്കൂറുകളിൽ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്തായാലും ഈ ന്യൂനമർദ്ദം കാരണം രൂപപ്പെടുന്ന മഴ, വേനൽ മഴയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മഴയിൽ തന്നെ ഇത്തരം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി കാലവർഷം കൂടി എത്തുമ്പോൾ, വരും മണിക്കൂറുകളിൽ തന്നെ കാലവർഷം എത്തും. ഈ കാലവർഷം കൂടി എത്തുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്നതും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഇന്നലെയൊക്കെ പുറപ്പെടുവിച്ച മുന്നറിയിപ്പുകളിൽ പറഞ്ഞിരുന്നു ഈ മണ്ണിടിച്ചിൽ സാധ്യതകളുണ്ട്, ഒപ്പം തന്നെ മിന്നൽ പ്രളയ സാധ്യതകളുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കൂടി നൽകിയ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ മഴക്കാലം എത്തുന്നത്, കാലവർഷം എത്തുന്നത് തെക്കൻ കേരളത്തിലാണ്. പക്ഷെ അത് ഇത്തവണ അങ്ങനെയല്ല. വടക്കൻ കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് പിന്നീട് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 15 വർഷത്തിനിടെ കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത് ഈ വർഷമാണ്. 15 വർഷത്തിൽ ആദ്യമായാണ് കാലവർഷം നേരത്തെ എത്തുന്നത്. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള മൺസൂൺ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിരവധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ന്യൂനമർദ്ദം, അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം, ഇന്നലെ അത് അതിതീവ്ര ന്യൂനമർദ്ദമായ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനത്ത് ഉൾപ്പെടെ വൻ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിനി വരും മണിക്കൂറുകളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ ഇന്നലെ ലഭിച്ച മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും വലിയ നാശനഷ്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ പെയ്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നിലവിലുള്ള സാഹചര്യം എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച്, റെഡ്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകൾക്ക്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്. ഒപ്പം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും ഈ മുന്നറിയിപ്പുകൾ, അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ, വിനോദസഞ്ചാരങ്ങൾക്ക്, ഈ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് ഒക്കെ മുന്നറിയിപ്പുണ്ട്. അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കൊക്കെ സാധ്യതയുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദ സഞ്ചാരങ്ങൾ, അത്തരം യാത്രകളൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അങ്ങനെ വലിയ നിർദ്ദേശങ്ങളും
നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് വരും ദിവസങ്ങളിലും ആര്യം. തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം എസ് വിനീഷ് കൂടി നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, കൊല്ലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ രാത്രിയിലൊക്കെ അതിശക്തമായ മഴയാണോ അവിടെ രേഖപ്പെടുത്തിയത്? നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആര്യ, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. തീരദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും എല്ലാം മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി വലിയ കാറ്റായിരുന്നു അനുഭവപ്പെട്ടത്. കൊട്ടാരക്കരയിൽ വീശിയടിച്ച കാറ്റിൽ ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന പന്തലിന്റെ തൂണുകൾ പിഴുതു വീണ സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കെട്ടിയ സ്റ്റേജ് പന്തലിന്റെ ഇരുമ്പ് തൂണുകളായിരുന്നു പിഴുതു വീണത്. ആളപായം ഒന്നും തന്നെ ഇല്ലാതെ ആശ്വാസകരമാണ്. എന്തായാലും ഈ കേടുപാട് പറ്റിയ കാറുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു. അതുപോലെ തന്നെ ഈ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും മഴ ശക്തിയായി തുടരുന്നുണ്ട്. ഇതുവരെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുനലൂർ ഐക്കരക്കോണം ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. വിശ്വംഭരനും കുടുംബവും താമസിച്ചിരുന്ന വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. പക്ഷേ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയും നമുക്ക് ഇതോടൊപ്പം പങ്കുവെക്കാം. ഈ മേൽക്കൂര ഉൾപ്പെടെ വീടിന് മുകളിലേക്ക് വീണ വൈദ്യുതി ഉപകരണങ്ങളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. പ്രദേശത്ത് രാത്രി വൈകിയും ശക്തമായ മഴയായതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനായ ആൾക്കാർ എത്തുകയും ഈ മരം മുറിച്ചു മാറ്റാനൊക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തിയായ കാറ്റിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ ഇലക്ട്രിക് ലൈനുകളിലേക്ക് കടപുഴകി വീണ സാഹചര്യം ഉണ്ടായി. അങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ ശക്തി തന്നെ തുടരുന്നുണ്ട് ആര്യ. തീർച്ചയായും അത്തരത്തിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരിത വാർത്തകൾ കൂടി വരുന്ന സാഹചര്യം. കൊല്ലം ജില്ലയിലെ സാഹചര്യം അതെങ്ങനെയാണ് എന്നുള്ളതാണ് എസ് വിനീഷ് പങ്കുവെച്ചത്. അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും കൺമുന്നിൽ ഒരു അപകടം ഉണ്ടാകാം എന്നത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ ഇരിക്കാൻ എന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രിയിൽ മാത്രം പെയ്ത മഴയിലും കാറ്റിലുമാണ് എത്രയോ സ്ഥലത്താണ്, വടക്കൻ കേരളത്തിലായിക്കോട്ടെ തെക്കൻ കേരളത്തിലായിക്കോട്ടെ, മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. വീടുകളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ മോഹൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നെയ്യാറ്റിൻകരയിലേക്ക് ഒരു സാഹചര്യം? ആര്യ, വളരെ ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തു തുടങ്ങിയത്. തീർച്ചയായും മലയോര തീരദേശ മേഖലയിലൊക്കെയും ഇപ്പോൾ വെള്ളം കയറിയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. റോഡുകൾ പലതും ഇപ്പോൾ മഴയിൽ കുതിർന്നു കിടക്കുന്നു, മഴയിൽ മുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതേസമയം ആഴാങ്കുളം തുടങ്ങിയ പ്രദേശത്ത് ഇന്നലെ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. കാറ്റ് നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഇന്നലെ ഒരു 6 മണി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഈ തെക്കൻ ജില്ലയിലെ ഈ പറയുന്ന കന്യാകുമാരി ജില്ലയായിട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശത്തെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ പ്രദേശം. ഇവിടെ തമിഴ്നാട് കേരള അതിർത്തിയിലൊക്കെ ഇന്നലെ നല്ല കാറ്റായിരുന്നു. പലയിടങ്ങളിലും മരം കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം ഇല്ലായിരുന്നു. ഒരു പുലർച്ചെ 1 മണിയോടുകൂടിയാണ് പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടും. കാരണം ഉൾപ്രദേശങ്ങൾ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളായതുകൊണ്ട് പലർക്കും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇല്ലാതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ളവ ഒറ്റപ്പെട്ടുകൊണ്ടും ഒപ്പം തീരദേശ മേഖലകളിൽ മഴ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആര്യ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ നഗരമേഖലകളായിക്കോട്ടെ എല്ലാം ഇത്തരത്തിൽ മഴക്കെടുതിയിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകും. ഇന്നും അതിതീവ്ര മഴ തന്നെ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. മൺസൂൺ ഇന്ന് കേരള തീരം തൊടുകയും ചെയ്യുകയാണ്. ഐഷത്തുൽ ഷംനയും ഒപ്പം എസ് വിനീഷും അരുൺ മോഹനും ഒക്കെയാണ് നമുക്ക് വിവിധ മേഖലകളിലെ വിശദാംശങ്ങളൊക്കെ നൽകിയത്.